ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഉറക്കം എഴുന്നേറ്റ് ഇതേ മറിയൊക്കെ വെച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു ഹായ് പറ മറിയെ കുറിച്ച്, ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എഴുന്നേറ്റ് ഇനി അങ്ങോട്ട് നമുക്ക് എന്തൊക്കെ പരിപാടിയാണ് ഇന്ന് നമ്മളെ കാത്ത് നമുക്ക് മുന്നിൽ ഈ ദിവസം ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബൈബിളിലൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 23:1. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഞാനത് മനസ്സിൽ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും എഴുന്നേൽക്കുന്നത്. എപ്പോഴും മനസ്സിലിങ്ങനെ കാണും ആ വാക്യം. അപ്പം അത് കിട്ടുന്നൊരു ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇതാണ്. അപ്പം ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് പറയാം നമുക്ക്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. അല്ല മറി കൊച്ചേ, യേശുപ്പിച്ച നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ അല്ലേ. നമ്മൾ കാനഡയിലാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഫുള്ള് ഇഞ്ചിയുണ്ട്, ഗ്രാമ്പു ഉണ്ട്, ഏലക്ക ഉണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. പല്ലൊക്കെ വന്നിട്ട് നമുക്ക് പതുക്കെ തേച്ചു തുടങ്ങാം. ഇത് തേച്ചു തുടങ്ങിയ പിന്നെ ഒരു ലൂപ്പാണ് മക്കളെ, എന്നും തേക്കണം, മെനക്കേടാണ്. *60 ദിവസവും ചിഞ്ചുവാണ് ചായ ഇടാറ്. ഒരു 5 ദിവസം സ്പെഷ്യൽ ചായയാണ്. എൻ്റെ ചായ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓരോ വട്ടം ഉണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് ഗൈസ് ചായക്ക്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാതെ ഇടുന്നത് കൊണ്ടാണ്. ഞാൻ ആദ്യം ഇങ്ങനെ വെള്ളം വെച്ച ഉടനെ തന്നെ തേയിലപ്പൊടി ഇടും, പിന്നെ പഞ്ചസാര ഇടും, എന്നിട്ട് തേയില നല്ല തിളച്ചതിന് ശേഷമേ പാലൊഴിക്കത്തുള്ളൂ ഗൈസ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കിഷ്ടമുള്ള എല്ലാം ഞാനിടും. എന്തോ ഏലക്ക ഇടും, ഇഞ്ചി ഇടും, അങ്ങനത്തെ പരിപാടീസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ ചായയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ സാധനങ്ങൾ ഒഴിക്കും. നമ്മൾ ഡയപ്പർ മാറാൻ പോവുകയാണ്. ഡയപ്പർ മാറിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. കൊച്ചേ മറിയ, കൊച്ചേ മറിയാമേ, മറിയാമേ. ഇത് മറിയ കൊച്ച് അവളുടെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു ടൈമാണ്. ഇനി കുറച്ച് സമയം മറിയ കൊച്ചിന്റെ അടുത്ത് അത് നമ്മുടെ അടുത്ത് ഫോണില് ആരുണ്ടെന്നറിയാവോ? ഒന്നും കൂടെ പറയൂ ബ്രോ. ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് എഡിറ്റർ, പിന്നെ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഒക്കെ ഉണ്ട്, റീടച്ച് ബൈ ജോസ്വിൻ അല്ലേ. അങ്ങനെ മറിയൊക്കെ എഴുതി എൻ്റെ അടുത്ത് വന്നു ഗൈസ്. ഫോണിൽ പിടിക്കാൻ നോക്കുകയാണ്, സമ്മതിക്കില്ല ഫോണിൽ പിടിക്കാൻ. മറിയാമേ, മറിയ കൊച്ചിനുണ്ടല്ലോ എൻ്റെ ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് നാം കടിക്കും. മറിയ കൊച്ചും ഫുൾ ടൈം വായിലാണ് വെള്ളം വെച്ചിട്ട്. ഇത് കണ്ടോ, ചെറഞ്ഞ കണ്ടോ. ചായയും ഫുഡും എല്ലാം എടുത്ത് വെച്ചിട്ട് വിളിച്ചെന്നെ കുറച്ച് നേരമായിട്ട് വിളിക്കുന്നു. അപ്പം ഞാൻ പോവാത്തതുകൊണ്ട് വന്ന് ഫൈനൽ വാണിംഗ് തന്നിട്ട് പോയി അല്ലേ പറയ കൊച്ചേ. ഇനിയും പോയില്ലെങ്കിൽ ഹോം മിനിസ്റ്റർ സീൻ ഉണ്ടാക്കും ഗൈസ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? പീനട്ട് ബട്ടർ ജാം. വിത്ത് ഞാൻ ഉണ്ടാക്കിയ ചായ ഗൈസ്. ചായയാണ് വിഷയം, ചുമ്മാ ഗൈസ്. ബ്രെഡാണ് വിഷയം, സത്യമായിട്ടും ബ്രെഡാണ് പൊളി. ബ്രെഡ് മാത്രമല്ല, നമ്മൾ മുട്ടയും കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ കഴിക്കാം. സെറ്റാണ്, ഞാൻ കഴിക്കാം. ഇല്ല അവിടെ വെച്ചോ, ഞാൻ കഴിക്കാം. ബാക്കി മുട്ട പൊളിക്കുക. എല്ലാ മുട്ടയും അതുപോലെ ആയിരിക്കും.
അപ്പം ഞങ്ങൾ റെഡിയായി, മറിയ കൊച്ച് കുളിച്ച് റെഡിയായി, പുതിയ ഉടുപ്പൊക്കെ ഇട്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങി കാറിലോട്ട് കയറുന്നു. മറിയ കൊച്ചിനെ ഇനി കാർ സീറ്റിലോട്ട് ഇരുത്തണം. നമ്മളെവിടെ പോവാ? അമ്മയത്ത് ചോദിച്ചു എവിടെ പോവാന്ന് പറഞ്ഞോട്ട്. കൊച്ചിനെ എവിടെ പോവാ? സർപ്രൈസ്. അതേത് സ്ഥലം അല്ലേ മക്കളെ? മറിയ കൊച്ചു ഇതേ ഒന്തം വിട്ട് നോക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്ക് പോയച്ചും വരാം. അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ 51 മിനിറ്റും ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക്. 158 കിലോമീറ്ററാണ് ഗൈസ്. നമ്മളങ്ങനെ 2 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്തെത്താൻ പോകുന്ന സ്ഥലം. അപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി വരുന്നതെന്ന് പറഞ്ഞു. അപ്പം പുള്ളീനെ കൂടെ ഒന്ന് പിക്ക് ചെയ്യണം, നമുക്ക് പോകണം. പുള്ളി റെഡിയായി നിൽക്കുകയാണ്. ഗൈസ് ഇതാണ് നമ്മളോടത് ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് എബിൻ എബ്രഹാം. എബിൻ സാമാണ്, എബിൻ എബ്രഹാം സാമാണോ? എബ്രഹാം ഉണ്ട്, തെറ്റിയില്ല ഗൈസ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ. ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. പക്ഷെ 2 സൈഡും മരങ്ങളും സ്കൈയൊക്കെ നല്ല ക്ലിയർ ആണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യാനും നല്ലൊരു മൂഡാണ് ഗൈസ്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡ്രൈവിനൊക്കെ പോകും സുഹൃത്തുക്കളെ. നിങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കട നോക്കുകയാണ്. വിശന്ന് തുടങ്ങി. 2 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ ഏത് കട? കിങ്സ് പഞ്ചാബി റെസ്റ്റോറൻറ്റ്. ഓ നിങ്ങൾ സംസാരിച്ചിരുന്ന് ആ പഞ്ചാബി റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലം എത്തിയപ്പോൾ മറന്നുപോയി. പിന്നെ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ കണ്ടു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ചിപ്സോ പിന്നെ വല്ല പെപ്സിയോ കൊക്കക്കോളോ ഒക്കെ മേടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. ഫുഡല്ല, സ്നാക്സ്. വെയിലായതുകൊണ്ട് ഞാനൊരു എനർജി ഡ്രിങ്കൊക്കെ മേടിച്ചു. കാരണം അവിടെ മൊട്ടം വെയിലത്തിരുന്നിട്ടായിരിക്കുമല്ലോ പരിപാടി. ഫുഡ് കൊണ്ടുവന്നതേ ഓർമ്മയുള്ളൂ ഗൈസ്. പൊട്ടിച്ചു കഴിച്ചു. പറഞ്ഞാൽ എനിക്ക് വെച്ചു. അപ്പം ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറി. ഇനി ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ 1.5 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് 1.5 കിലോമീറ്റർ 3 മിനിറ്റ്. ഞാൻ 2 കുഞ്ഞുങ്ങളെ നോക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ കണ്ടല്ലോ. വാവ്, നമ്മളെ ഡെസ്റ്റിനേഷൻ അങ്ങനെ എത്തി സുഹൃത്തുക്കളെ. മത്തങ്ങയൊന്ന് മത്തങ്ങയല്ല, ഇത് മത്തങ്ങയല്ലേ? കൊറേ കാണുമായിരിക്കും. ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി. 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ എത്തി. അവിടെ കാണുന്നില്ല ഒരു ടേബിള്, അവിടെയാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ചെറിയ ബാസ്ക്കറ്റ് കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് നമ്മൾ ഈ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന ഈ വലിയൊരു ഏരിയ നിന്നാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഒരു ബാസ്ക്കറ്റിന് എത്രയാവും, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. നമ്മളിവിടുന്ന് 3 ബാസ്ക്കറ്റാണ് എടുത്തത്. 3 പേർക്കായിട്ട് നമ്മൾ 3 പേര് വന്നുകൊണ്ട് ഒരു ബാസ്ക്കറ്റിന് $20 വെച്ചിട്ടാണ്. അപ്പം 3 ബാസ്ക്കറ്റിനും കൂടെ നമുക്കായതെന്ന് പറയുമ്പം $60. അപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാം. ഈ പുള്ളിക്കാരിയായിരുന്നു നമുക്ക് പറഞ്ഞു തന്നത് നമ്മളെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്, ഇതെല്ലാം പുള്ളിക്കാരി നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഈ ഒരു ലൈനായിരുന്നു നമുക്ക് തന്നത്. ഇതിൻ്റെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഈ ലൈൻ്റെ ആദ്യം ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്ക് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പം പിക്ക് ചെയ്ത് തുടങ്ങുമ്പം അതവിടെ നിന്ന് ഊരിയെടുക്കണം. എന്നിട്ട് അവർ ഒരു സ്റ്റിക്ക് നമുക്ക് കയ്യിൽ തന്നായിരുന്നു. എങ്ങനെയുണ്ട് ചിഞ്ചു? ആക്രാന്തം കാണിക്കണ്ടല്ലോ. ഈ ഒരു ഏരിയ ഫുള്ളുണ്ട്. നമുക്ക് അവർ തന്നത് ഈ ഒരു ഇതിനെന്തോ പറയുന്നത് ഒരെണ്ണം എന്നാണ് ഞങ്ങളെങ്ങനെ നടത്തോണ്ടിരിക്കുകയാണ്. നല്ല മധുരമുണ്ട്. നീക്കോ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അവര് നമ്മളടുത്ത് പറഞ്ഞത് എത്ര വേണോ നമുക്ക് കഴിക്കാം, അത് കഴിഞ്ഞിട്ട്
നമ്മൾ എത്ര ബാസ്ക്കറ്റ് ഫില്ല് ചെയ്യുന്നു അങ്ങനെ ഒരു ബാസ്ക്കറ്റിന് $20-25 സംതിങ് അങ്ങനെ എന്തോ ആണ്. കണ്ടു എനിക്കങ്ങനെ വേണ്ടേ ഇരട്ട സ്ട്രോബെറി കിട്ടി, 2 എണ്ണം ഒരുമിച്ചുള്ളത്. വാ കഴിച്ചിട്ട് എനിക്കും താപ്പുള്ളത്. ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. എങ്ങനെയുണ്ട്? കുറച്ചതാ തീർത്തു. ഭയങ്കര മധുരം, സൂപ്പർ സാധനം. അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ഫ്രഷ് അല്ലേ, അതിൻ്റെതായത് ക്വാളിറ്റി കാണും. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോയി നടക്കുന്നതൊക്കെ പിക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താ അത്ര ഒരു ഗുമ്മൊന്നും കാണില്ല, വെയിലത്ത് പോയി ചുമ്മാ. പക്ഷെ ഇതല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എങ്ങനെയുണ്ട്? കൊച്ചു ഞങ്ങളും കൂടെ ഉള്ള ഫസ്റ്റാണ്. പക്ഷെ എൻ്റെ ലൈഫിലും ഫസ്റ്റാണ്. ആദ്യമായിട്ടാണ്. നമുക്ക് അതൊന്നും പാടില്ല. അതല്ല, നമ്മൾ സ്ട്രോബെറിയാണ് ഇങ്ങനെ. വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് വന്നിട്ട് ഇതുപോലെ സ്ട്രോബെറി പിക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സമ്മർ ആകുമ്പം ഇതുപോലെയുള്ള ഫാം ഹൗസുകളിൽ അല്ലെങ്കിൽ ഫാമിലൊക്കെ പോയി ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെയുള്ള എല്ലാവരും ചെയ്യും. അത് അവരെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകുന്നവർ, പിള്ളേരും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 2-3 ഫാമിലീസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ അവരുടെ ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. കണ്ണാടി എടുത്തു. സന്തോഷമായ കണ്ണാടി എടുത്തപ്പം. ഇത് കണ്ടല്ലോ കിടന്നൊക്കെയാണ് പറയുന്നത്, ആക്രാന്തം മൂത്ത്. ഇത് ആരും കൊണ്ടുപോകത്തില്ല, നിനക്കുള്ളതാണ് ചിഞ്ചു, നിന്റെ ഇഷ്ടത്തിന് നീ അടുത്തെടുത്തോ. ഒരു എന്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യണം. കണ്ടില്ലേ? എന്റെ സ്ട്രോബെറി മൊത്തം തരാണെങ്കിൽ അല്പം ജാമ തരാം. ഇരുന്ന് തളർന്ന് കിടക്കാൻ തുടങ്ങി. നമ്മുടെ പൾസ് മനസ്സിലാക്കി വേണം ഒരു കാര്യം ചെയ്യാൻ. അല്ലാതെ വെറുതെ നമ്മളങ്ങ് ചെയ്തു പോയിട്ട് കാര്യമില്ല. ആസ്വദിക്കുക ചെയ്യുന്ന കാര്യം. ഇവിടെയാണെങ്കിൽ ഒത്തിരി ഉണ്ട്, കണ്ടോ? ലോട്ട് ഓഫ് ചെറുതും വലുതും പലതരം. നാട്ടില് നമുക്കേ സ്ട്രോബെറി നട്ടോക്കണം കേട്ടോ വീട്ടില്. കുറച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഒരു ആക്ടിവിറ്റിയാണ്. പിള്ളേർക്ക് കൂടി എൻജോയ്മെന്റ്. അല്ല, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും നടക്കാറൊക്കെ ആയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, നടന്നു തുടങ്ങിയ പിള്ളേരൊക്കെ. അപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നിട്ട് വേണ്ടേ 3 ബാസ്ക്കറ്റ് സ്ട്രോബെറിയുമായിട്ട് ഞങ്ങൾ പോവുകയാണ്. എനിക്ക് തോന്നിട്ട് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. വയറൊക്കെ നല്ലവണ്ണം നിറച്ചു സ്ട്രോബെറി കഴിച്ച്. അപ്പം സ്ട്രോബെറിയൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വണ്ടി കൊണ്ടത് ബാക്കിൽ ട്രങ്കിൽ സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടി കയറി. ഓക്കെ, ഇനി എന്താണ് അടുത്ത പരിപാടി? മറിയ കൊച്ചിനെ കാർ സീറ്റിൽ സെറ്റാക്കണം. ഫീഡ് ചെയ്തിട്ട് കിടത്തിയാൽ മതിയോ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ്
വീട്ടിലോട്ട് പോകാന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ ഇവിടെ സ്ട്രോബെറി പിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം നോർത്ത് ബൈയിൽ പോയാലോ എന്നൊരു ആലോചന ഇങ്ങനെ ആര് ചിഞ്ചുവാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ബീച്ചുണ്ട്. മറൈ കൊച്ചിനെ ക്യാരിങ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പം എൻ്റെ ഫ്ലോ കളയുന്നു ഗൈസ്, കണ്ടില്ലേ? ഇതൊക്കെ ഒരു കുഴിയാണ്. എന്റെ ഹിസ്റ്ററി ഇവർക്കാർക്കും അറിയത്തില്ല. ഞാൻ അത് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. എന്ത് ചിഞ്ചു ഗൈസ്, നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാണ് കേട്ടോ. എന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, ഇപ്പോഴല്ല, ഒരു വലിയ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാനത് ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതൊന്ന് ഇരുന്ന് സംസാരിക്കേണ്ട വീഡിയോ ആണ്. ഇതേണ്ടേ ഇപ്പോഴല്ല അത് കാണിക്കേണ്ട മനുഷ്യ, നേരെ ഉണ്ടോ ഇവിടെ ഒരു പാടുണ്ട്, അതിന്റെ പിന്നിലൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കണ്ണിലെ പാടൊക്കെ എന്താണെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ സ്ട്രോബെറി പിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ നോർത്ത് ബേയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരത്തെ അവിടെ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇനി ജസ്റ്റ് 200 കിലോമീറ്റർ അല്ലേ, 250 എന്തോ, 2 മണിക്കൂർ ട്രാവൽ. അപ്പം മൊത്തത്തിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് 4 മണിക്കൂറാവും. എന്നിട്ട് അവിടെ നിന്ന് രാത്രി ഇവിടെയൊക്കെ അടിച്ചു പൊളിച്ച് നിന്നിട്ട് ഇന്നും ഒരു ദിവസം മൊത്തത്തിൽ ഓഫാണ്. അപ്പോൾ ഇവനൊരു 12 മണിയോടെ നമ്മൾ വീട്ടിലെത്തുമെന്നാണ് എനിക്ക് ഉറപ്പ് വരാൻ പറ്റൂല, എത്തുമായിരിക്കും. പിന്നെ ജോലിയില്ല നമ്മളതുപോലെ. ഇവിടെ ലാവൻഡർ സാധനമുണ്ട്, അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്നതാണ്. പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സന്ധ്യയാവത്തില്ല, ഇരുട്ടത്തില്ല എന്ന്. പക്ഷേ ഇവിടെ ഇപ്പം ടൈം 4:30 കഴിഞ്ഞ് 5 മണിയാവാൻ പോകുന്നു. പക്ഷേ സൂര്യാസ്തമിക്ക് ഒരു 9 മണിയൊക്കെ ആവാറുണ്ട് സാധാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. ഞങ്ങൾ വേണ്ട അവിടെ കണ്ടോ കുറച്ച് അപ്പം അവിടെ പോയി ഫോട്ടോ എടുക്കണമെന്ന് ചിഞ്ചു പറഞ്ഞു. ചിഞ്ചു അത് ലിങ്ങോ, ഞാൻ നേരത്തെ ഏത് വഴി പോയോ? വാ വാ, ഇല്ലടേ വാടേ, വേണ്ട ഇത് വഴിയാ, വാ. ആടെ ഞാൻ പോയിട്ടല്ലേ വരുന്നു. കാനഡയിൽ പാമ്പില്ല. കുഴിയിൽ ചോട്ടത് അപ്പുറത്ത് ഒന്നും ഞാനില്ലടാ. നീ ഒന്നും എടാ ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ ചവിട്ടി പോവല്ലേ, എന്തുണ്ടെങ്കിൽ വാ ഇങ്ങോട്ട്. ഒരു ആഗ്രഹം പറഞ്ഞിട്ട് എനിക്ക് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എഴയാനുള്ള കഴിവുണ്ട്. ഓക്കെ വാ വാ വാ, എന്റെ കൂടെ വാ. എടാ ഞാൻ പുല്ല് ചവിട്ടി ഒതുക്കി തരാം. മതി ഒരു വർഷം കൂടി എന്റെ കൊച്ചിന് വേണ്ടി ജീവിക്കണം ആഗ്രഹമുണ്ട്. എനിക്ക് എത്താനും കുഴപ്പമില്ല. മതി ഇത്ര നേരം ഇത്രയും ദൂരം മതി. ഫൈനലി ഞാൻ ഇവിടെ കൊണ്ട് എത്തിച്ചു. നേരെ ഫോട്ടോ എടുത്ത നിലയിലാണ് എന്റെ സ്വഭാവം മാറാൻ പോകുന്നത്. നമ്മൾ നടന്നു വന്നത് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാണ്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്ത് കുറച്ച്. എന്റെ ഫോട്ടോ എടുത്തില്ല, എന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്തു. ഒന്നും പറ്റിയ എവരിത്തിങ് ഓക്കെ? തിരിഞ്ഞു പോയി. കാലുളുക്കി എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് വേണ്ടേ ഈ വഴി കണ്ടില്ലേ, ഇതിന്റെ അറ്റത്ത് പോയി കഴിഞ്ഞാൽ ഒരു നൈസ് ഫോട്ടോ ഇട്ട് നമുക്ക് പോയാലോ. അപ്പം പറഞ്ഞ് കാലിന്റെ ഉളുക്കെല്ലാം മാറിയിരുന്നു അല്ലേ ചിഞ്ചു? മാറിയോ? ഇതാണ് എന്റെ തേനീച്ച. നിങ്ങൾക്ക് വല്ലതും അറിയാവോ? കടിക്കും. എനിക്ക് തേന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എവിടെയാണ് പുഷ്പം? അപ്പൊ എങ്ങനെയാണ്? ഇതെന്റെ പുഷ്പമാണ്. അവിടെ എന്നിട്ട് സമ്മർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. അല്ലെങ്കിൽ ഫുള്ള് മഞ്ഞാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പച്ചപ്പും ഈ പൂവൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും. നമ്മൾ ഇറങ്ങി നടന്ന് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് വന്ന് നിൽക്കുന്നതൊക്കെ. കാരണം 8 മാസം ഫുള്ള് മഞ്ഞാണ്. ഒരു പച്ചപ്പും ഇല്ല, ഒരു ഹരിതാപവും ഇല്ല.
ഐശ്വര്യാണ് എൻ്റെ ആരോഗ്യം. മറിയ കൊച്ച് ഒട്ടും കൂളല്ല. നോട്ട് കൂൾ അറ്റ് ഓൾ. വൈ? യു ഹാവ് ടു ബി കൂൾ. കൂൾ. സ്റ്റേ കൂൾ. ലൈക്ക് കൂൾ മമ്മ. യു ഷുഡ് ബി കൂൾ. കൂൾ മമ്മ. കൂൾ മിനി മമ്മ. ഞാനും മറിയ കൊച്ചും കൂടെ കുറച്ച് സമയം ഇങ്ങനെ ബാക്കിലിരിക്കാന്ന് വിചാരിച്ചു. മറിയ കൊച്ചുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ചിഞ്ചു ദേ ഫ്രണ്ടിൽ, നമ്മുടെ എബിൻ വണ്ടി ഓടിക്കുന്നു. ഇത് നമ്മൾ നോർത്ത് ബേയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി ഫുള്ള് ഇങ്ങനെയാണ്, ലേക്കും ഒക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ് അങ്ങോട്ടുള്ള ഡ്രൈവ് എന്ന് പറയുമ്പോൾ. കരയുന്ന കൊച്ചിനെ സെറ്റാക്കി ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരുത്തുന്നതാണ്. ഈ വർഷത്തെ ബെസ്റ്റ് അമ്മയ്ക്കുള്ള അവാർഡ് എന്തായാലും ചിഞ്ചുവിനാണ്. ഞങ്ങളങ്ങനെ നോർത്ത് ബേയിലെത്തി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഇവിടെ തഹിനി എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, ഷവർമ കട. അപ്പം ഇവിടെ നമ്മൾ ഷവർമ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഞങ്ങളൊരു റാപ്പും പിന്നെ ഒരു റൈസ് ബൗളുമാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് വണ്ടി ഇരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡും പിക്ക് ചെയ്ത് വണ്ടീൻ്റെ അടുത്തോട്ട് വന്നു. നമ്മൾ വണ്ടി കയറി അകത്ത് കയറി ഉടനെ തന്നെ ആക്രമണം തുടങ്ങി. നല്ല വിശപ്പായിരുന്നുണ്ട് എല്ലാവരും. വിശന്നിരുന്നോണ്ടാണോന്ന് അറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ് ഇല്ലാത്ത. നോർത്ത് ബേയിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതിലൊരാൾ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം വരാൻ പറഞ്ഞ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. പുള്ളിക്കാരി ഇവിടെ ഇല്ല, ഞങ്ങളത് ക്രമിച്ചു കയറി. മറിയ കൊച്ച് ലൈറ്റ് ഇല്ലല്ലേ ഇവിടെ? ഈ തള്ളേനെ കാണാനാണ് ഇങ്ങോട്ട് കയറിയത്. തള്ള വിളിച്ചിട്ട് തള്ളേ, പേരെന്താ തള്ളേ? അല്ലെങ്കിൽ കൊച്ചിന് ഈ അമ്മച്ചിമാരോട് പ്രത്യേക സ്നേഹമുണ്ട്. ഞങ്ങൾക്ക് മറിയ കൊച്ചിന് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു. അപ്പം നോർത്ത് ബേയിലുള്ള വിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഡ്രസ്സൊക്കെ ഉള്ള ഒരു കടയിൽ ഞങ്ങൾ കയറിയായിരുന്നു. അപ്പം മറിയ കൊച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു നോർത്ത് ബേയിലുള്ള. അപ്പോൾ പിന്നെ അവരെല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ നെക്സ്റ്റ് പോയതെന്ന് പറയുമ്പം, ഞങ്ങൾ നോർത്ത് ബേയിൽ എന്തിനാണോ വന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് പോയത്. നോർത്ത് ബേയിൽ ചെറിയൊരു ബീച്ചുണ്ട്, അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷെ നല്ല ഇരുട്ടിയായിരുന്നു. അതായത് അത്യാവശ്യം സണ്ണൊക്കെ സെറ്റായി കഴിഞ്ഞ് കുറച്ച് ലേറ്റായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്കും. കണ്ടോ ഈച്ച? അപ്പോൾ ഞങ്ങൾ ഇവിടെ ബീച്ചിലെത്തി. കണ്ടില്ലേ, അടിപൊളി സ്കൈയൊക്കെ ഭയങ്കര ഭംഗി കാണാൻ. അതുകൊണ്ട് നമ്മുടെ മറിയ കൊച്ച് ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായി അല്ലേ മറിയ കൊച്ച്? Do you hear that? My sanity about to break while everyone I know's out on a trip, on a boat, on a lake. I'm tired of. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ നടന്ന് നല്ല ഇരുട്ടി, കണ്ടോ, നല്ല ഇരുട്ടി, നല്ല സന്ധ്യയായി. ഞങ്ങൾ വണ്ടിയിലെടുത്തോട്ടെത്തി. ഞങ്ങളെല്ലാവരും വണ്ടി കയറി. അവനിങ്ങനെ കൊതുകിനെ കൊല്ലുകയാണ്. വണ്ടിക്കകത്ത് കൊതുക് കയറി ഒരെണ്ണം തീർത്തില്ല.
ഇടി നോക്കി കണ്ടേ കണ്ടേ ഉറങ്ങാൻ സമയായി. ഉറങ്ങണ്ടേ? ഉറങ്ങാൻ സമയം. ഇവിടെ വെച്ചേക്കോ. ഹായ് ഹായ് കണ്ടേ 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 ഇത് എപ്പം നിർത്തോ അപ്പം മറിയൊക്കെ വെച്ച് കരയും. കണ്ട കണ്ട. അപ്പം ഞങ്ങൾക്ക് നോർത്ത് ബേന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് 4 മണിക്കൂറുണ്ട് നമ്മുടെ സിറ്റിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 400 കിലോമീറ്ററോളം ഉണ്ട്, 390 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയൊക്കെയാണ് കാണിക്കുന്നത്, 3:20. അപ്പം മറിയ കൊച്ച് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ ഉണ്ട് ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും. മറിയ കൊച്ച് ഓക്കെ ആകുമ്പം പിന്നെയും ഡ്രൈവിംഗ് തുടങ്ങും. അങ്ങനെ 3:20 ആയപ്പം എബിൻ്റെ അവിടെ എത്തിയായിരുന്നു. ഒരു 3:10 3:20 ആയപ്പം ഞങ്ങൾക്ക് ഉള്ള ഫുഡ് എബിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം എബിൻ പോയി അതെടുത്തിട്ട് വന്ന് അങ്ങനെ എബിന് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തി സ്ട്രോബെറിയൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. വെളുപ്പിന് 3 മണിയായി വീട്ടിൽ എത്തിയപ്പോൾ. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി റൈസും ഉണ്ട്, ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചൂടാക്കി ഞങ്ങളത് ഒരുമിച്ചിരുന്ന് ഫുഡും കഴിച്ച് ഉറങ്ങാൻ പോവാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫായിരുന്നു ഇന്നത്തെ മൊത്തം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് മാക്സിമം. അല്ലേ മറിയ കൊച്ചേ? ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു ചിന്ന ബ്രേക്ക് പറഞ്ഞേ, ബൈ ബൈ പറഞ്ഞേ, ഉമ്മോട് കൊച്ചു ഉറങ്ങിയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.